ഞാൻ ഏറെ ആഗ്രഹിച്ച് MSWന് ജോയിൻ ചെയ്ത കാലം മുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ആൾക്കാരെ കാണാനാണ് ഇന്ന് എക്സ്പോഷർ ഡേ വിസിറ്റിൻ്റെ ഭാഗമായി പോകുന്നത്. വനപ്രദേശങ്ങളിൽ ലഭിക്കുന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വളരെ അറിവുള്ള, ശരീരത്തെ മറയ്ക്കുന്ന രീതിയിൽ പച്ച കുത്തുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ്. ഇന്ത്യയിലെ 75 PVTGകളിൽ സെൻട്രൽ ഇന്ത്യയിൽ കാണപ്പെടുന്ന വൺ ഓഫ് ദ PVTG ബേഗ ട്രൈബ്. സയനോര കാണിക്കുന്ന സിനിമാ പേര് ഏതാണെന്ന് തലപുകഞ്ഞാലോചിക്കുന്ന തിരക്കിലാണ് കുറച്ച് പേര്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ ചായയിലും വടയിലുമൊക്കെയായി ഞങ്ങൾ ഒതുക്കി. എൻ്റെ ഉത്തരാഖണ്ഡുകാരനായ കൂട്ടുകാരനെ മലയാളം പാട്ട് പഠിപ്പിക്കുന്ന തിരക്കിലാണ് സൽവ. ക്യാമറ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ജ്യോതിയും അഞ്ജലിയും ക്യാമറ കാണാത്ത രീതിയിൽ ഫാരിസും ഇരുന്നു. പോകുന്ന വഴിയിൽ നമുക്ക് എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു മൃഗങ്ങളെ കാണാൻ കഴിയും. ചുറ്റും വയലൊക്കെ ആയി നല്ലൊരു സ്ഥലം. 9:30 ആയപ്പോൾ നമ്മൾ ദുർഗുഡ വില്ലേജിൽ ചെന്നു, ബേഗാചക്കിൽ. ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് പത്മശ്രീ അവാർഡി ശ്രീ അർജുൻ സിംഗ് ദുർവേജിനെയാണ്. ബേഗ ട്രൈബൽ ഡാൻസിനും സോങ്സിനും ഒക്കെയായി അദ്ദേഹം നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനാണ് 2022 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചത്. തൻ്റെ ഗ്രാമത്തിലെ പ്രമുഖന്മാരെയും മൂപ്പന്മാരെയും ഒക്കെ വളരെ സന്തോഷത്തോടെയാണ് അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തെയാണ്. ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. ബേഗ ട്രൈബ്സ് കൂടുതലും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവരായതുകൊണ്ട് ഞങ്ങൾ അവർക്ക് ചെറിയ ഒരു വൃക്ഷത്തെ സമ്മാനിച്ചു. ബേഗ ട്രൈബൽ ഡാൻസിനെ പറ്റിയാണ് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാൽച്ചുവടുകളും അതിൻ്റെ വാദ്യോപകരണങ്ങളുടെ ശബ്ദവും കൊണ്ട് വലിയ എഫക്റ്റ് ഉണ്ടാകുമെന്നും മഴ പെയ്യുമെന്നും ഒക്കെയാണ് അദ്ദേഹം അന്നവിടെ പറഞ്ഞത്. അർജുൻ സിംഗ് ദുർവേജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബേഗ ട്രൈബൽ ഡാൻസ് ആണ്. 4 ഫോം ഓഫ് ഡാൻസ് ഉണ്ടെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്.
പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ഭാഗമായിട്ട് ബേഗ ട്രൈബ്സിന് വേണ്ടി ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ ഞങ്ങളൊരു സ്ട്രീറ്റ് പ്ലേ അവിടെ ചെയ്തു. കൂട്ടത്തിലുള്ള 4 പേർക്കും ഹിന്ദി നന്നായി അറിയാം, കാരണം അവർ ഹിന്ദിക്കാരാണല്ലോ. ഞങ്ങൾ 3 മലയാളികളും കഷ്ടപ്പെട്ട് കാണാതെ പഠിച്ചാണ് ഡയലോഗ് പറഞ്ഞത്. അത് കേട്ടിട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെയും ചിരിക്കുന്നുണ്ടായിരുന്നു.
ഒരു മഴ പെയ്ത് തുടർന്ന പോലെയല്ലേ. അവരോട് കുറച്ചു നേരം സംസാരിച്ചു. അവരിൽ നിന്ന് കിട്ടിയ അറിവുകളുമൊക്കെ ആയിട്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം കൂടി നിന്നു. ഈ വാദ്യോപകരണങ്ങളും തലയിലും ശരീരത്തും ധരിച്ചിരിക്കുന്നതൊക്കെയും അവർ സ്വന്തമായി നിർമ്മിച്ചതാണ്. ഇതാണ് വീരമാല, മുളയുടെ തൊലി പിരിച്ച് ഉണ്ടാക്കിയ മാല. ഇപ്പോൾ ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടത്രേ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇങ്ങനെ ശരീരത്തും മുഖത്തും നെറ്റിയിലുമൊക്കെ ടാറ്റു ചെയ്യുന്നതാണ് ബേഗ ട്രൈബൽ വുമൻസിൻ്റെ ട്രഡീഷൻ. അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ ഈ അമ്മച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ കുറച്ച് ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയൂണ് കഴിച്ചു. പിന്നെ ഞങ്ങൾ പോയത് വന്യ റേഡിയോ സ്റ്റേഷനിലാണ്. ഇത് ട്രൈബൽ ഏരിയയിൽ മാത്രം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നൊരു റേഡിയോ സ്റ്റേഷനാണ്. ഇവരിവിടെ കൂടുതലും ചെയ്യുന്നത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, സൊസൈറ്റിയുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന അദ്ദേഹമാണിത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണത്. പിന്നെ ഞങ്ങളവിടെ ഞങ്ങളുടെ സ്ട്രീറ്റ് പ്ലേയും റെക്കോർഡ് ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാരിലേക്ക് അത് എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അതങ്ങ് ചെയ്തത്. പിന്നെ ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് ഞങ്ങളുടെ എക്സ്പോഷർ വിസിറ്റ് ഡേ 1.